ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ടൂൾസിന്റെ മലയാളം സീരീസിൽ നമ്മൾ ഓൾറെഡി ചാറ്റ് ജി പി ടി, സെബ്രായി, കോപൈലറ്റ് പോലുള്ള ടൂൾസ് എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ടൂളാണ് ഗ്രോക്ക് എ ഐ. ഇലോൺ മസ്കിന്റെ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ് ഈ ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് റിയൽ ടൈം ആൻസേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് മേഖലയിലേക്കുള്ള ഇതിന്റെ യൂസ് കേസസ് ആണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഫൈനാൻഷ്യൽ ഡാറ്റ സമ്മറൈസേഷൻ ആണ്. നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ ഉണ്ട്, അത് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രയൽ ബാലൻസിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു, അതിനുശേഷം നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അടുത്തൊരു ഫീച്ചറാണ് ഇൻവോയ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ എന്നുള്ളത്. നമ്മൾ ഇതുപോലെ ഡാറ്റ എക്സ്ട്രാക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പർച്ചേസ് ഫയൽസ് ഒക്കെ ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പം അത് നമുക്ക് എക്സൽ ഫയലിലേക്കൊക്കെ ജനറേറ്റ് തരും. അതിനുശേഷം നമുക്കത് ഈസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അടുത്തൊരു ഫീച്ചറാണ് റീകൺസിലേഷൻ അസിസ്റ്റൻസ്. നമ്മൾ റീകൺസിലേഷൻ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾ കണ്ടിരുന്നു, കോപൈലറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രോക്കെയും ഒരു പരിധിവരെ ലെഡ്ജേഴ്സിന്റെ റീകൺസിലേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കംപ്ലൈൻസ് ആൻഡ് ക്വറീസ് എന്ന് പറഞ്ഞ ടൂൾ. നമ്മൾ ജി എസ് ടി റിപ്പോർട്ട്സ് ഒക്കെ ഫയൽ ചെയ്യേണ്ട സമയമാവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സെയിൽസ് റിപ്പോർട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിൽ റിപ്പോർട്ടിന് നമുക്ക് ജി എസ് ടി റിപ്പോർട്ടിലേക്ക് കൺവേർട്ട് തരും. അതിപ്പോൾ 1 ആയിക്കോട്ടെ 3B ആയിക്കോട്ടെ, അതിലേക്ക് കൺവേർട്ട് തരാനായിട്ട് ഈ ഒരു ടൂൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ടി ഡി എസിന്റെ കേസൊക്കെ ആണെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് റിപ്പോർട്ട് ഡ്രാഫ്റ്റിംഗ്. നമുക്ക് ഒരു മാനേജ്മെന്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട സമയമാകുമ്പം നമ്മൾ ഇതുപോലെ ഒരു സെയിൽസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്കൊക്കെ മാറ്റി തരാനായിട്ട് പറയുകയാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് റേഷ്യോസ് അനാലിസിസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ദെൻ എക്സൽ ഓട്ടോമേഷൻസ്, നമുക്ക് എക്സൽ ഫോർമുലാസിനാണെങ്കിലും ഡാറ്റ ക്ലീനപ്പിലൊക്കെ ആണെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡോക്യുമെന്റ് റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ബൾക്കായിട്ടൊരു ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിനെ സമ്മറൈസ് തരാനായിട്ടാണെങ്കിലും അതുപോലെ പോളിസീസ് റീഡ് ചെയ്യാനായിട്ടാണെങ്കിലും ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രേക്കൈന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ലോഗിൻ ചെയ്യണം. ഗൂഗിൾ വഴി നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഇനി ഫസ്റ്റ് യൂസ് കേസ് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ട്രയൽ ബാലൻസ് ഉണ്ട്. ഇതൊരു ട്രയൽ ബാലൻസ് ആണ്. അപ്പൊ ഞാനിത് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിനുള്ള ഒരു കൊറിയാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഡാറ്റ എവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താലും മതിയാവും. ഈ ഡാറ്റ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ കൊറി എഴുതുവാണ്, പ്ലീസ് കൺവേർട്ട് ദിസ് ടി ബി ഇൻടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്നൊരു കൊറി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിൽ നമ്മൾ കൊടുത്ത ഒരു കൊറിയന്റെ ഔട്ട്പുട്ടാണ് ഇത്. നമുക്കതിനെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്കും ഈ ഒരു ട്രയൽ ബാലൻസിനെ കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മളൊരു സെയിൽസ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ GSTR1 റിപ്പോർട്ടിലേക്ക് കൺവേർട്ട് തരാനായിട്ട് പറയുവാണ്. ഇതെന്റെ ഒരു സെയിൽസ് റിപ്പോർട്ടാണ് ഞാൻ എക്സലിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിനെ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറയാണ് കൺവേർട്ട് ദിസ് ടു GSTR1 റിപ്പോർട്ടിലേക്ക് തന്നെ കൺവേർട്ട് തരാനായിട്ട് നമ്മൾ പറയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന്. ഒരു ഔട്ട്പുട്ടാണിത്. നമ്മൾ കൊടുത്ത ഒരു റിപ്പോർട്ട് GSTR1 ഒരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഡാറ്റ എക്സ്ട്രാക്ഷൻ ഫീച്ചറും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ബൾക്കായിട്ട് പർച്ചേസ് ബിൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്നും ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ,
പർച്ചേസ് ബിൽസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, സപ്ലയറിന്റെ നെയിമും പ്രൊഡക്റ്റ് നെയിമും ക്വാണ്ടിറ്റി റേറ്റ് ഇത്രയും കാര്യങ്ങൾ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് തരാനാണ്. നമുക്ക് ഇതുപോലെ ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, സപ്ലയർ, പ്രൊഡക്റ്റ് നെയിം, അതിന്റെ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഇത്രയും കാര്യങ്ങൾ. മോർ ദാൻ 50 പർച്ചേസ് ബിൽസ് ഒക്കെ എൻട്രി ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡാറ്റ ഇതുപോലെ എക്സ്ട്രോട്ട് ചെയ്തെടുക്കുക. ദെൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റ നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിലേക്ക് എക്സൽ വഴി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. മാനുവലായിട്ടുള്ള വർക്ക് വളരെ കുറയ്ക്കാനായിട്ട് പറ്റും ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട്. നമ്മുടെ ആ ഒരു ജോബ് വളരെ ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ടൂൾസ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിങ് മേഖലയിൽ യൂസ് ചെയ്യുക. നമ്മുടെ ജോലി എളുപ്പമാക്കാനും അതുപോലെ ഇറേഴ്സ് വളരെ കുറയ്ക്കാനും നമുക്ക് ഇതുപോലെ ടൂൾസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും.